മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കണ്ണൂർ എരുവേശി എഴുത്തുകടവിൽ ഭിന്നശേഷിക്കാർ ഉപയോഗിക്കുന്ന സ്കൂട്ടർ പുഴയിൽ വീണു. വാഹനത്തിലുണ്ടായിരുന്ന വ്യക്തിയെ കാണാതായി. അവിടെ ഇപ്പോൾ തെരച്ചിൽ നടത്തുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്നും. മിഥില, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഇതിൽ യാത്ര ചെയ്തത് ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? വിജയകുമാർ, അരമണിക്കൂർ മുമ്പാണ് ഈ ഒരു അപകടമുണ്ടായത്. അതിൽ യാത്ര ചെയ്തത് ചുണ്ടപ്പറമ്പ് മുണ്ടക്കൽ ആൻഡോയാണ്. ഇയാളെ നിലവിൽ ഇപ്പോൾ കാണാനില്ല. ഇയാൾക്കായുള്ള തിരച്ചിൽ പുഴയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസും ഒപ്പം തന്നെ ഫയർഫോഴ്സും അവിടെ പരിശോധന നടത്തുന്നുണ്ട്. ഭിന്നശേഷിക്കാരനാണ്. മുച്ചക്ര വാഹനമാണ് പുഴയിൽ പോയത്. അയൽവാസികൾ ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോൾ ഈ മുച്ചക്ര വാഹനം പുഴയിൽ കിടക്കുന്നതാണ് കണ്ടത്. പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത്, ഇന്നലെ ഇതേ സ്ഥലത്ത് കാറും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാർ അപകടത്തിൽപ്പെട്ട് ഏറെ ദൂരം കാർ പുഴയിലൂടെ മുന്നോട്ട് പോയി. അതിനുശേഷം 20 മീറ്ററോളം പോയതിനു ശേഷമാണ് കാറിലുണ്ടായിരുന്ന ഡ്രൈവർ ചില്ല് താഴ്ന്നു കിടക്കുകയായിരുന്നു കാറിന്റെ മുൻവശത്തെ, അതുവഴി പുറത്തേക്ക് കടന്നത്. പിന്നീട് ഇന്ന് രാവിലെയാണ് നാട്ടുകാർ നടത്തിയ തെരച്ചിലിൽ കാർ കാണാതായ സ്ഥലത്തു നിന്നും 200 മീറ്റർ മാറി കണ്ടെത്തിയത്. അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഒരു വാഹനം കൂടി വീണിരിക്കുന്നത്. ഈ നാട്ടുകാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത്, ഇതൊരു ചപ്പാത്താണ്. ഇതുവഴി വെള്ളം വലിയ രീതിയിൽ ഒഴുകുന്നുണ്ട്. ഇതിന് ഒരു സംരക്ഷണ ഭിത്തിയോ അങ്ങനെയൊന്നും ഇല്ല. ഈ സംരക്ഷണ ഭിത്തി അവിടെ കെട്ടണം എന്നത് വളരെ നാളത്തെ ഒരു ആവശ്യമാണ്. ഈ ഒരു മഴക്കാലം കൂടി ആയതിനാൽ വലിയ രീതിയിലുള്ള വെള്ളത്തിന്റെ ഒഴുക്കും ഈ ഒരു പുഴയിലുണ്ട്. ഇന്നലെ സമാനമായ സാഹചര്യം തന്നെയാണ് അവിടെ ഉണ്ടായത്. ഇന്നിപ്പോൾ ഈ കാണാതായ ആൾക്കായി ഈ ചുണ്ടപ്പറമ്പ് മുണ്ടക്കൽ ആൻഡോയ്ക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിജയകുമാർ. യെസ്, മുണ്ടക്കൽ ആൻഡോ എന്നൊരാളെയാണ് അവിടെ കാണാതായത്. അദ്ദേഹത്തെ കണ്ടെത്താൻ രാത്രിയിലും തെരച്ചിൽ തുടരുകയാണ്. സ്ഥിരമായി അപകടമുണ്ടാകുന്ന ഒരു മേഖല എന്ന അത്തരം സ്വഭാവത്തിലുള്ളൊരു സ്ഥലമാണിത് എന്നുകൂടി ഉള്ള വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. കഴിഞ്ഞ ദിവസവും അവിടെ സമാനമായ ഒരു അപകടമുണ്ടായിരുന്നു. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്.